ഹായ് ഗൈസ്, നമ്മുടെ തിരൂർ ഞായറാഴ്ച കോഴിച്ചന്തയിൽ ഇഷ്ടം പോലെ നാടൻ കോഴികൾ വന്നിരിക്കണം. നല്ല നാട്ടിലെ നാടൻ കോഴി, ഈജിപ്ഷ്യൻ, ഫയോമി, കൂടാതെ ഗിരിരാജ, ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, ടർക്കി കോഴി, താറാവ്, കുട്ടനാടൻ, വിഗോവ എല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. വരുമോ? ഇതൊക്കെ ഗൈസ് നല്ല നാടൻ കോഴികളാണ്. വീട്ടിൽ കൊണ്ട് വളർത്താൻ പറ്റിയുള്ള അടിപൊളി നാടൻ പൂവൻകോഴി, അതുപോലെ നല്ല ഇനം പിടക്കോഴികൾ, മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്താൻ നമ്മൾ അടുക്കള മുറ്റത്തൊക്കെ കൊണ്ട് വളർത്താൻ പറ്റിയുള്ള സൂപ്പർ കോഴികൾ എല്ലാം ഞായറാഴ്ച വരെയാണ് നമ്മൾ തിരൂർ കോഴിച്ചന്തയിൽ ഇവരുടെ അടുത്തുണ്ട്. ഇതിന് തീറ്റ നമ്മളെ വീട്ടിലുള്ള ഭക്ഷണത്തിൻ്റെ വേസ്റ്റും അരിയും ഗോതമ്പും ചോറും എന്ത് വേണമെന്നുണ്ടെങ്കിലും തിന്നോളും. അതുപോലെ പുറത്തിട്ട് വളർത്താൻ വേണ്ടിയുള്ള നല്ല നാടൻ കോഴികൾ, വലിപ്പമുള്ള കോഴികളാണ്. ഇതിൽ കണ്ടില്ല, ചെറിയ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇത് നാടൻ കോഴിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഒരു പീസ് 40 രൂപയായിട്ടാണ് വിൽക്കുന്നത്. ഇത് നമ്മൾ അടയിരിക്കുന്ന തള്ളക്കോഴികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളരും. അതല്ല എന്നുണ്ടെങ്കിൽ ബൾബ് ഇട്ട് ചൂട് കൊടുത്തും വളർത്താം. ഇത് താറാവുകളാണ്, നല്ല അടിപൊളി കുട്ടനാടൻ താറാവുകൾ. ഇതൊക്കെ ജോഡി 450 രൂപ ആ റേഞ്ചിലൊക്കെയാണ് വിൽക്കുന്നത്. ഇത് പല ഞായറാഴ്ചകളിലും ചിലപ്പോൾ വലുപ്പത്തിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ വിലയിലും അപ്പോൾ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. നല്ല വീട്ടിൽ മുട്ടയ്ക്ക് വേണ്ടി വളർത്താൻ പറ്റില്ല അടിപൊളി നല്ല കുട്ടനാടൻ താറാവുകളാണ്. ഇത് കുളങ്ങളൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉഷാറായി. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടുമുറ്റത്ത് സാധാരണ പോലെ നടന്ന് വളർന്നോളും. അതുപോലെ ആ കൂട്ടിൽ തന്നെ കിടക്കുന്ന വൈറ്റൊക്കെ നല്ല പൂവൻകോഴിയാണ്. ഇത് കണ്ടില്ലേ, അടിപൊളി താറാവുകൾ. നാടൻ പൂവനും ഉണ്ട്. അതേപോലെ തന്നെ അത് നല്ല ചുവപ്പ്, നമ്മുടെ പറമ്പുകളിലൊക്കെ ഓടി കളിക്കുന്ന പൂവൻ. പിന്നെ നല്ല ഫയോമി കോഴി കുഞ്ഞുങ്ങളുണ്ട്. ഇതൊക്കെ 2 മാസം, 2.5 മാസം, 4 മാസം അങ്ങനെ വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 2 മാസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോഡി 350-400 രൂപ റേഞ്ചിലൊക്കെ വരിക. ഇത് നല്ല നാടൻ കോഴിയാണ് കേട്ടോ, നമ്മളെ നാട്ടിലെ അടിപൊളി നാടന്. ഈ ഫയോമി കോഴിയൊക്കെ നല്ല ഗോതമ്പോ തുടക്കത്തിൽ ചെറിയ കുട്ടികളാണെങ്കിൽ കുറച്ച് സ്റ്റാർട്ടറൊക്കെ കൊടുത്ത് വളർത്താം. ഇതൊക്കെ ഇവിടുന്ന് നമുക്ക് ഒരു 10 പെടക വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഇനി 2 പൂവനോ ഒക്കെ ഇവിടുന്ന് നല്ല പൂവന്മാരെയും കിട്ടും. അടിപൊളി കോഴി കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് 1 മാസം 1.5 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 4-5 മാസം 5.5 മാസം ആകുമ്പോഴത്തേക്കും മുട്ടയിടാനായി. നല്ല അരി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മുട്ടയിടും. ഇപ്പോൾ അതിന് പ്രത്യേകിച്ച് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തീറ്റൊന്നും കൊടുക്കണമെന്നില്ല. കടയിൽ നിന്ന് സാധാരണ നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ടറും പിന്നെ ലെയർ മാഷ് അങ്ങനെയൊക്കെയുള്ള തീറ്റകൾ നമ്മൾ വാങ്ങിച്ച് കൊടുക്കില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല നാടൻ കുട്ടികൾ കണ്ടില്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല തുടുത്ത് ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള നല്ല കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഫയോമി മുട്ടയിടാനായ പീസൊക്കെ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 5 മാസമായ പീസൊക്കെ ഉണ്ട്. വീട്ടിൽ കൊണ്ട് 1 മാസം കൊണ്ട് മുട്ടയിടും. അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പീസ് 400 രൂപ റേഞ്ചിലൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിനും ചെറുതുണ്ട്, ഒരു 2 മാസം കൊണ്ടൊക്കെ മുട്ടയിടുന്ന. അതൊക്കെ ഏകദേശം ജോഡി 650 രൂപ. അങ്ങനെ വ്യത്യസ്ത സൈസ് അനുസരിച്ച് ചെറിയൊരു മാറ്റം വിലയിൽ ഉണ്ടാവും പല ദിവസങ്ങളിലായിട്ട്. എങ്ങനെയായാലും നമുക്ക് വീട്ടിൽ പറ്റിയുള്ള സൂപ്പർ കുട്ടികളാണ്. ഇതൊക്കെ നല്ല നാടൻ ഫയോമിറ്റ, ഈജിപ്തിലെ നാടനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കേരളത്തിലെ നാടനാണിത്. ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതാന്ന് പറയുമ്പോഴത്തേക്കും വലുതാവും ചെയ്യും. ഇത് സ്ഥിരമായിട്ട് മുട്ടയിടും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഗിരിരാജ്, ഗ്രാമശ്രീ, ഗ്രാമപ്രിയ എല്ലാ ഐറ്റം നാടൻ കോഴികളും ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഇറച്ചിക്കോഴിയായിട്ട് വളർത്താൻ പറ്റുള്ള നല്ല ഹൈറ്റും വെയിറ്റുള്ളൊക്കെ ഉണ്ട്. അതേപോലെ ബോക്സിലാക്കിയിട്ട് അതിനെ ഹോളിട്ടിട്ട് ആ കാർഡ്ബോർഡ് ബോക്സിൽ നമുക്ക് തരാം. എത്ര ലോങ് വേണമെന്നാലും കൊണ്ടാവും. ഇത് കണ്ട നല്ല അടിപൊളി ഈജിപ്ഷ്യൻ സിൽവറാണ്.
ഈജിപ്ഷ്യൻ കോഴികൾ അധികം 2 കളറിലാണ് വരിക. ഇതാണ് സിൽവർ കളർ എന്ന് പറഞ്ഞത്. പിന്നെ മഞ്ഞ കളറിൽ കാണുന്നത് ഗോൾഡൻ കളറാണ്. ഗോൾഡൻ ഈജിപ്ഷ്യൻ ഫയോമി, അത് നാടൻ കോഴിയാണ് ശരിക്കും. ഈജിപ്തിലുള്ള നമ്മളെവിടെയും നിൽക്കും. നല്ല ഏത് തീറ്റയും തിന്നും. നമ്മൾ അടുക്കളയിൽ വേസ്റ്റായി വരുന്ന ഫുഡ് എന്തും കൊടുക്കാം. നല്ല സ്ഥിരമായിട്ട് വലിപ്പമുള്ള നല്ല നാടൻ മുട്ടയിടും. രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. നല്ല താറാവുണ്ട്. ഫ്ലൈയിങ് ഡക്കുകളുണ്ട്. ഫ്ലൈയിങ് ഡക്കൊക്കെ പീസ് 400 രൂപ, 350 രൂപ, അങ്ങനെ സൈസൊക്കെ അനുസരിച്ച് ആ വ്യത്യസ്ത വിലയിൽ വരുന്നു. നല്ല ടർക്കി കോഴിയുണ്ട്, ഗിനിക്കോഴിയുണ്ട്. ഗിനിക്കോഴിയൊക്കെയാണെന്ന് പറഞ്ഞാൽ പാമ്പുകളെ ഒന്നും അടുപ്പിക്കില്ല. ടർക്കി കോഴിയൊക്കെ നമുക്ക് കോഴിനെ വളർത്തുന്നതിൻ്റെ ഇടയിൽ ടർക്കിയും ഗിന്നിനൊക്കെ വളർത്താൻ പറ്റുന്ന ആണ്. നല്ല മുട്ടയിടും. ഗിനിക്കോഴിൻ്റെയൊക്കെ മുട്ട ഔഷധമാണ്. സ്ഥിരമായിട്ട് മുട്ടയിടും. നല്ല വളർത്താൻ പറ്റിയ കോഴികളാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇപ്പോൾ ഒരു 8 കോഴി അങ്ങനെയൊക്കെ ഒരുമിച്ച് നിങ്ങൾക്ക് ബോക്സിലാക്കിയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഒരുമിച്ച് ബൾക്കായിട്ട് എടുക്കുമ്പോൾ റേറ്റിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത് തരും ചെയ്യും. നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്. കോയിൻ്റെ ആവശ്യത്തിനൊക്കെ അതിൽ വിളിക്കാം. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഗൈസ് പ്ലീസ്. ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്ത് കോഴികളെ ഓർഡറും മറ്റും ചോദിക്കാവുന്നതാണ്.